ബ്ലാസ്റ്റേഴ്സ് ബാക്ക് ടു ദെയർ പ്രൈം എന്നൊക്കെ പറയാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊക്കെ പറക്കമുറ്റാൻ പ്രായമാകുമ്പോഴത്തേക്ക് നല്ല വിലയ്ക്ക് എങ്ങോട്ടെങ്കിലും തൂക്കി വിൽക്കുമല്ലോ എന്ന് ഓർക്കുമ്പം നല്ല സങ്കടമുണ്ട്. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന സാധനങ്ങളിലൊന്നായിരുന്നു ഭാവിയിലെ ഇന്ത്യൻ ടീമിന് പതാകവാഹകരാകേണ്ട താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളാണ്. നമുക്ക് മികച്ച യുവതാരങ്ങളുണ്ട്. നാഷണൽ ടീം റെപ്രസെൻറ്റേഷനിൽ ഇന്ത്യൻ താരങ്ങൾ കൂടുതലായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതായിരുന്നു നമ്മളുടെ അഭിമാനത്തിനുള്ള കാരണം. പക്ഷേ പിന്നീട് ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള ഒറ്റ താരം പോലും ഇന്ത്യൻ ടീമിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും അണ്ടർ-23 സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ താരങ്ങളെ കൊടുത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സാണ്. 6 താരങ്ങളാണ് തജിക്കിസ്ഥാനെതിരെയുള്ള മത്സരത്തിന് വേണ്ടിയിട്ടുള്ള അണ്ടർ-23 സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പം ഉൾപ്പെട്ടിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗോൾ കീപ്പർമാരുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള അർബാസ് ഉണ്ട്. അതുകൂടാതെ പ്രിയാൻഷ് ദുബെ ഉണ്ട്, സാഹിലുണ്ട്. പ്രതിരോധന താരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബികാഷിമിന് എന്ന ബ്ലാസ്റ്റേഴ്സ് താരമുണ്ട്. പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സൂപ്പർ ഫ്യൂച്ചർ ആയിട്ട് വിശ്വസിക്കപ്പെടുന്ന ദീപേന്ദു വിശ്വാസ് ഉണ്ട്. പിന്നെ മുഹമ്മദ് സഹീഫ് ഉണ്ട്, ബ്ലാസ്റ്റേഴ്സ് താരമാണ്. പിന്നെ നിഖിൽ ബിർളയുണ്ട്, പരംവീർ ഉണ്ട്, ശുഭം ഭട്ടാചാര്യ ഉണ്ട്, അഭിഷേക് സിംഗ് ഉണ്ട്. അഭിഷേക് സിംഗ് നിലവിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് അഭിഷേക്. പിന്നീട് മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആയുഷ് ദേവ് ഛേത്രി ഉണ്ട്, ഷിവാൾഡോ ഉണ്ട്, ബംഗളൂരുവിൻ്റെ ഷിവാൾഡോ ഉണ്ട്. ഷിവാൾഡോയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ തീരുമാനം അവസാന സ്റ്റേജിലായിട്ട് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് അവിടെ പറയുന്നതുള്ളൂ. പിന്നീട് ഫനായ് ഉണ്ട്, ഹൻമന്തെ ഉണ്ട്, പിന്നെ ലൂയിസ് മക്കാർട്ടൺ നിക്സൺ എന്ന് പറയുന്ന ഗോവയുടെ യുവതാരമുണ്ട്. പിന്നെ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള മുഹമ്മദ് ഐമൻ ഉണ്ട്, വിപിൻ മോഹനൻ ഓൾസോ ഫ്രം ബ്ലാസ്റ്റേഴ്സ്. പിന്നെ വിനീത് വെങ്കടേഷ്. മുന്നേറ്റ നിര താരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ജോസഫ് സണ്ണിയുണ്ട്, മുഹമ്മദ് സനാനുണ്ട്, മലയാളി താരമാണ് ഈ സനാൻ. പിന്നെ പാർത്ഥിബ് സുന്ദർ ഗുഗോയ് ഉണ്ട്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പോസ്റ്റർ ബോയ് ആയ പാർത്ഥിബ് സുന്ദർ ഗുഗോയ്. പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടിയിട്ട് ഒരു നല്ല അറ്റാക്കിംഗ് ഇന്ത്യൻ താരങ്ങളിൽ ഒരാളാണ് സുഹൈൽ അഹമ്മദ് ഭട്ട്, അവൻ ടീമിലുണ്ട്. പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോറോ സിംഗ് ഫോർവേഡ് ലൈനിൽ വന്നിട്ടുണ്ട്. ഹെഡ് കോച്ച് നൗഷാദ് മൂസയാണ്. അപ്പം തജിക്കിസ്ഥാനെതിരെയുള്ള ഇന്ത്യൻ അണ്ടർ-23 സ്ക്വാഡിൽ 6 ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭൂതകാല പ്രതാപത്തിലേക്കുള്ള യാത്രയുടെ ചിഹ്നമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അണ്ടർ-23 സ്ക്വാഡിൽ 6 പേര് വരിക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറക്കാര്യമൊന്നും അല്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് അഭിമാനിക്കാനൊന്നും പറ്റത്തില്ല. ഈ 6 എണ്ണത്തിനെയും അധികം കൈകാതെ തൂക്കി വെക്കുന്ന മാനേജ്മെൻറ്റാണ് നമ്മളുടേത്. സോ